വെൽക്കം ടു ഷെലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് വെജിറ്റബിൾ മസാല കറിയാണ്. രണ്ട് ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞത്, ഒരു കപ്പ് കോളിഫ്ലവർ, ഒരു കാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, പാനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം, 10 കാഷ്യൂനട്ട്. ഇനി ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇത് ചൂടായി ഒന്ന് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ള കസ്കസ് ചേർക്കാം. ഇനി ആ പാനിന്റെ ചൂട് കൊണ്ട് തന്നെ ആ വെള്ള കസ്കസ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി അത് ഫൈൻ പൗഡറായിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ചെറുതായി കൊത്തിയരിഞ്ഞ ഒരു സവാള ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഒന്ന് സോട്ടായി കിട്ടാൻ ഉപ്പ് ചേർക്കാം. ഇനി ഒരു 2 മിനിറ്റ് സോട്ട് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് 4 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കുറച്ച് വേപ്പില, നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്യാം 1 മിനിറ്റ്. ഇനി അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യാം. ഇനി അതിലേക്ക് അല്പം വെള്ളം ഒഴിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒരു 1/4 ഭാഗം വേവായിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് കോളിഫ്ലവറിൻ്റെ ഫ്ലോർ ചേർക്കാം. അല്പം വെള്ളം ഒഴിക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 3 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞു. കോളിഫ്ലവർ പകുതി വേവായിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒരു 1 മിനിറ്റോ 2 മിനിറ്റോ ഒന്ന് പച്ചക്കുത്ത് മാറുന്ന വരെ ഒന്ന് സോട്ട് ചെയ്യാം. ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു കാപ്സിക്കം ചെറുതായി അരിഞ്ഞത് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ മിക്സിയിൽ പൊടിച്ചു വെച്ച പൊടി ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി കുറച്ച് വെള്ളം ഒഴിക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ കോളിഫ്ലവർ, കാപ്സിക്കം എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർക്കാം. ഒന്ന് നന്നായി തിളയ്ക്കാൻ അനുവദിക്കാം. ഇനി അതിലേക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാമെന്ന്. ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ വെജിറ്റബിൾ മസാല കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.